സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് സന്നിധാനത്ത് അന്നദാനം കഴിക്കാം എന്നോർത്തു. അന്നദാനം മഹാദാനം ആണല്ലോ. അതുമല്ല, അയ്യപ്പസ്വാമിയുടെ നടയിൽ വന്ന് ഞാൻ വല്ലപ്പോഴുമൊക്കെ, സ്ഥിരമായിട്ട് കയറാറില്ല, വല്ലപ്പോഴുമൊക്കെ കയറി അന്നദാനം കഴിക്കാറുണ്ട്. ഇപ്പം മണ്ഡലകാലം ഒന്നും അല്ലാത്തതുകൊണ്ട് അമിതമായ തിരക്കുകളൊന്നുമില്ല. വെളിയിൽ നിന്ന് ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്ത് പറയത്തക്ക ക്യൂ ഒന്നുമില്ല. ക്യൂ വഴി കയറി വന്ന് അന്നദാനം കഴിക്കാവുന്നതാണ്. 3 നേരവും അന്നദാനമുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരവും വ്യത്യസ്തമായ ആഹാരമാണ്. ഞാനിന്ന് കയറിയപ്പോൾ ഉപ്പുമാവും കടലക്കറിയും ആയിരുന്നു. എല്ലാ ഭാഷക്കാരും എല്ലാ സ്റ്റേറ്റുകാരും ഉണ്ട്. ആർക്കും ഒരു ഇതുമില്ലാതെ അയ്യപ്പസ്വാമിയുടെ പ്രസാദമായിട്ട് ഞാനും കഴിക്കുന്നു, മറ്റ് അയ്യപ്പസ്വാമിമാരും കഴിക്കുന്നു. ഇനി നിങ്ങൾ വരുമ്പോഴും ഒരു നേരത്തെയെങ്കിലും അയ്യപ്പ സന്നിധിയിലെ അയ്യപ്പസ്വാമിയുടെ അന്നദാനം കഴിക്കാൻ ശ്രമിക്കണം. സ്വാമിയേ ശരണമയ്യപ്പ. ഒരുമിച്ചൊരു 1000 പേര് പുറത്ത് ഇരിക്കാവുന്ന വലിയൊരു ഹാളാണ്. പാത്രങ്ങളൊക്കെ നമ്മൾ തന്നെ എടുത്തുകൊണ്ട് വരണം. വിളമ്പിത്തരാനെല്ലാം ആളുണ്ട്, വിളമ്പിത്തരും. അങ്ങേ സൈഡിൽ കൈ കഴുകാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അന്നേരം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും അന്നദാനം മാക്സിമം കഴിക്കാൻ ശ്രമിക്കണം. സ്വാമിയേ ശരണമയ്യപ്പ. ഈ അന്നദാനം നടക്കുന്നത് മാളികപ്പുറത്തിന് നേരെ പുറകു സൈഡാണ്. അതല്ലെങ്കിൽ സിവിൽ ദർശനത്തിന് കയറാൻ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അവിടെ വലിയ അക്ഷരത്തിൽ അന്നദാനം എന്നെഴുതിയിട്ടുണ്ട്. ഇതും ഒരു 3 നിലയുടെ വലിയൊരു ബിൽഡിങ്ങിൻ്റെ അടിയിലത്തെ നിലയിലാണ്. സ്വാമിയേ ശരണമയ്യപ്പ.